ടാങ്ക് ഫുള്ള് വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 6 ഒരാൾ ഇറങ്ങണം. ഒരാൾ ഇറങ്ങിയാലേ ബാക്കിയുള്ളവരിപ്പോൾ ഇറങ്ങുള്ളൂ. ഇതൊക്കെയാണ് അവരുടെ രീതികൾ. 6 ഒരാളിപ്പോൾ ഇറങ്ങിയാൽ പുറകെ ബാക്കി എല്ലാവരും ഇപ്പോൾ ഇറങ്ങും. ടാങ്ക് ഫുള്ളായിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന്. നല്ല വെള്ളമാണ്. തുടങ്ങി. ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും സ്പീഡിലങ്ങ് ഇറങ്ങും കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങ് ഇറങ്ങി. കുറച്ച് പേര് നമ്മുടെ കൂടുതൽ പുറത്താണ് കേട്ടോ. തീറ്റയ്ക്ക് ആവശ്യം പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാക്ക എന്ത് ശല്യമാണല്ലേ. വെയിൽ വരുന്നത് കൊണ്ടാണ്. ഇനിയിപ്പം വെള്ളം കുടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കയറിപ്പോകാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ അതിൽ ഒരാൾ കയറിയാൽ എല്ലാവരും പുറകെ കയറും. ഒരാൾ കയറണം. കയറുന്നില്ല, എല്ലാം കിടക്കുമെന്ന് തോന്നുന്നു. നമുക്കിന്ന് കുറച്ച് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടിലേക്ക് പോകാം. ഇവർ കയറുമ്പോൾ കയറട്ടെ. കയറാൻ തുടങ്ങി. ഉണ്ടോ, ഒരാൾ കയറണം, എന്നാലാണ് ബാക്കിയുള്ളവർ കയറുള്ളൂ. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വന്നിറങ്ങും, വീണ്ടും കയറും, വീണ്ടും വന്നിറങ്ങും, കയറും. ഇതാണ് പരിപാടി. പൊളിയാക്കി കഴിഞ്ഞു. അടിപൊളി. പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ കേട്ടോ. കൂടെ ഒന്നും വേണ്ട. പുതിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് രാവിലെ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ പുതിയ ആൾക്കാരെത്തി. കുറച്ച് ആൾക്കാർ അപ്പുറത്തെ കൂട്ടിലുണ്ട്. കാരണം ഇവരുടെ കൂടെയുള്ള തന്നെ അപ്പുറത്തെ കൂട്ടിലും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒരുമിച്ചിട്ട് കഴിഞ്ഞാലേ വലിയ കോഴി കൊത്തും. അതുകൊണ്ടാണ് നമുക്ക് അപ്പുറത്തെ കൂട്ടിലേക്ക് പോകാം. ഈ വലിയ കോഴി ഇതുവരെ കൊത്തും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇന്ന് കൊണ്ടുവന്ന പുതിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവരെല്ലാവരും അവിടെ അടിയിൽ കയറി നിൽക്കുകയാണ്.
കുറച്ച് പേര് മുകളിലും കയറിപ്പുണ്ട് കേട്ടോ. ഇവരാണ് കൊത്തുകാർ. ഇവരാണ് ആ കൂട്ടിലേക്ക് മാറ്റണം. അപ്പോൾ മുട്ട ഇന്നിപ്പോൾ 2 മുട്ടയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടിലേക്ക് പുതിയ അതിഥികളെത്തി. കുറച്ച് പേര് അപ്പുറമുണ്ട്, കുറച്ച് പേര് ഇപ്പുറമുണ്ട്. എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇതുണ്ട്, അതാണ് ഈ കോഴി കൊത്തുന്നത്. ചിലപ്പോൾ കോഴി കൊത്താൻ ഓടി ചെല്ലുന്നത് കണ്ടോ. വലിയ കോഴി കൊത്തി കണ്ടോ, കണ്ടോ, ഓടിച്ചിട്ട് കൊത്തുകയാണ് വലിയ കോഴികൾ. പാവം കുഞ്ഞുങ്ങളെ ഇവരുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കത്തില്ല. കണ്ടോ, ഓടി ചെല്ലോ, കൊത്താൻ ചെല്ലുന്നതാ, കൊത്താൻ പോവാ. അവരെല്ലാം പാവങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഇവരെ തന്നെ ഇന്ന് കൈയിട്ട് അപ്പുറത്തെ കൂട്ടിലേക്ക് ആക്കണം. അപ്പം കുഞ്ഞുങ്ങൾക്ക് തീറ്റ തിന്നാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. ഇവരെ കൊത്ത് കാരണം നടക്കുന്നില്ല. കൂട്ടിലായതുകൊണ്ട് എന്തായാലും കൊത്ത് കിട്ടത്തില്ല നിങ്ങൾക്ക് കേട്ടോ. എഴുതാക്കുകയാണ്, അഴിച്ചുകൊണ്ട് പോകാനാണ് അവരെന്ന വിചാരം. ഇനിയിപ്പം നിന്നെ അഴിച്ചുകൊണ്ട് വരുന്നൊന്നും കൊണ്ടുപോകുന്നില്ല. എന്തൊരു ശല്യാന്ന് നോക്കി. നമ്മുടെ ഫിഷ് ടാങ്ക് കേട്ടോ.